ഹലോ റിപ്പീറ്റേഴ്സ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെ പഠിപ്പൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബാക്ക്ലോഗ്സ്, എത്ര പേര് ഈ ഒരു ടേം കേട്ടിട്ടുണ്ട്? പെൻഡിങ് പോർഷൻ ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? നമ്മുടെ റിപ്പീറ്റിംഗ് സമയത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന ഒരു വില്ലൻ എന്ന് പറയുന്നത് ഈ ഒരു ഘടകമാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പെൻഡിങ് ഉണ്ടാവുക എന്നുള്ളത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്റർ ആയിരിക്കാം, ചിലർക്ക് 2 3 ചിലർക്ക് 5 ചാപ്റ്റർ, ചിലർക്ക് 10 ചാപ്റ്റർ, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടാകും. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ഓൾ ഫൈൻ. നമുക്ക് പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യമാണ്. നമ്മളെ അടുത്ത നീറ്റ് എക്സാമിൽ, അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഒരുപക്ഷെ ഓൾ ഇന്ത്യയിൽ 1ാം റാങ്ക് വാങ്ങിക്കാൻ പോകുന്ന കുട്ടിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പീരീഡിൽ ഒരു 15 ചാപ്റ്ററൊക്കെ ഒരുപക്ഷെ പെൻഡിങ് ഉണ്ടാകാം. എന്നാലും അയാൾക്ക് 1ാം റാങ്ക് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ റിപ്പീറ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ നിരന്തരമായിട്ട് പറയുന്ന പരാതി ഇതാണ്, പെൻഡിങ് പോർഷൻസ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് പെൻഡിങ് പോർഷൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് ഒരുപക്ഷെ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്താൽ പോലും സീരിയസ്ലി നമ്മൾ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പീരീഡാണ്. റിപ്പീറ്റിൻ്റെ ആദ്യ മാസങ്ങളിൽ നമുക്കൊരു പക്ഷേ ആ ഒരു +2ൻ്റെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് വേണ്ട രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതിരിക്കുക, പഠിച്ച് തീരാതിരിക്കുക. അങ്ങനെ പെൻഡിങ് പോർഷൻസ് എല്ലാവർക്കും ഉള്ളൊരു ഘടകമാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ എങ്ങനെ ഈ പെൻഡിങ് പോർഷനെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ ഈ പെൻഡിങ് പോർഷൻ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് നമ്മൾ അതിന് ശേഷം ആലോചിക്കേണ്ട കാര്യമാണ്. ബാക്ക്ലോഗ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വിഷിയസ് സൈക്കിളാണ്. അതായത് നമുക്ക് കുറച്ച് പോർഷൻസ് പെൻഡിങ് ഉണ്ട്, കുറച്ച് ബാക്ക്ലോഗ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും, ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരിക്കും അല്ലേ? ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ഹോപ്പ്ലെസ് ആയിട്ട് അയ്യോ ഇത് തീരൂല എന്നൊക്കെയുള്ളൊരു ഫീല് നമുക്ക് വരും. അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പഠനം കൂടി കൂടുതൽ അവതാളത്തിലാകും, കൂടുതൽ പ്രശ്നത്തിലാകും. അങ്ങനെ ആ പോർഷൻ കൂടെ നമുക്ക് എഗെയിൻ പെൻഡിങ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും ടെൻഷൻ വരുന്നു, നമ്മുടെ പഠനം വീണ്ടും അവതാളത്തിലാവുന്നു, നമ്മുടെ പെൻഡിങ് പോർഷൻസ് കൂടി വരിക ചെയ്യുക. അങ്ങനെ കൂടി അവസാനം നമ്മൾ കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയി പോകും. ഇനി നമ്മൾ എങ്ങനെ ബാക്ക്ലോഗ്സിനെ ഡീൽ ചെയ്യാമെന്നുള്ളത്. ബാക്ക്ലോഗ്സ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് +1 കുറേ ടോപ്പിക്സ് പെൻഡിങ് ഉണ്ട്, അതായത് ആദ്യം ക്ലാസ് എടുത്ത് കുറേ ടോപ്പിക്സ് പെൻഡിങ് ഉണ്ട്. ഓക്കെ, ലീവ് ഇറ്റ് ദർ, അതവിടെ വെക്കുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പെൻഡിങ് ആവാത്ത പോർഷൻസ് ഉണ്ടല്ലോ, ആ പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് തീർക്കുക. അതിൻ്റെ കൂടെ അത് റിവൈസും ചെയ്യാന്നുള്ളതാണ്. റിവിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. ഇപ്പം നിങ്ങൾ പെൻഡിങ് പോർഷൻസിനെ ഡീൽ ചെയ്യാൻ സമയം ചിലവഴിക്കുകയേ വേണ്ട. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ പെൻഡിങ് ആവാതെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ച ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിനെ റിവൈസും ചെയ്യാം. അത് മസ്റ്റായിട്ട് ഈ 2 കാര്യങ്ങൾ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകണം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ സമയം ഇപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, കണക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു പക്ഷേ പെൻഡിങ് ആയി കിടന്നാൽ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കണക്റ്റിംഗ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഒരു ചാപ്റ്റർ പെൻഡിങ് ആയാൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ പഠനത്തെ ബാധിക്കുന്ന അത്തരത്തിലുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുകയാണെങ്കിൽ ആ കാര്യങ്ങൾ, അത്തരം ചാപ്റ്റേഴ്സിനെ മാത്രം നിങ്ങൾ പഠിച്ചെടുക്കുക. ബാക്കി ചാപ്റ്റേഴ്സ് അവിടെ കീപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഡിസംബറോട് കൂടിയൊക്കെ മിക്കവാറും നമ്മുടെ എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലും ചാപ്റ്റർ തീരും. ഇപ്പോൾ എഡുപോർട്ടിലൊക്കെ നമ്മൾ ഡിസംബർ പകുതി ആകുമ്പോഴത്തേക്ക് തീരുന്ന രീതിയിലാണ് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് തീർന്നാൽ പിന്നെ നമ്മുടെ മുന്നിൽ 4.5 മാസത്തോളം, അല്ലെങ്കിൽ മിനിമം 4 മാസം സമയം കൃത്യമായിട്ട് നമുക്ക് റിവിഷൻ എക്സാമുകളും സീരീസുകളായിട്ടുണ്ടാവും. ആ സമയത്ത് യു വിൽ ഗെറ്റ് ഇനഫ് ടൈം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ, നിങ്ങൾക്കൊരു 10 ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്, ശരി, ഇറ്റ്സ് ഫൈൻ. ബാക്കി 70 ചാപ്റ്റർ ഞാൻ പഠിച്ച് തീർത്തിട്ടുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇനിയൊരു 10 എണ്ണമല്ലേ ഉള്ളൂ, അത് പഠിച്ചു തീർക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ളൊരു ഹോപ്പ് തരും, ഒരു എനർജി തരും. അതേ സമയത്ത് നമ്മൾ ഇപ്പോഴത്തവും പഠിച്ചില്ല, കഴിഞ്ഞവും പഠിച്ചില്ല, സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, നിരാശയായിരിക്കും. ആ നിരാശയുടെ ഫലം അൾട്ടിമേറ്റ്ലി നമ്മുടെ എൻട്രൻസ് എക്സാം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്നുള്ളതായിരിക്കും. നോക്കൂ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഹോപ്പിൻ്റെ പുറത്താണ്. മനുഷ്യരെന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നേട്ടങ്ങൾ മനുഷ്യകുലം ലോകത്തുണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ ഹോപ്പിൻ്റെ പുറത്താണ്. മനുഷ്യരെ ലോകത്തെ
എത്ര സാധ്യമാവില്ല എന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്യാൻ സാധ്യമാക്കുന്നത് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഹോപ്പാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഹോപ്പ് നഷ്ടപ്പെട്ടാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പരാജയത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് പെൻഡിങ് പോർഷൻസിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഇപ്പോഴുള്ള പെൻഡിങ് അല്ലാത്ത ചാപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് പഠിച്ചു തീർക്കുക. ഡിസംബർ ആകുമ്പോഴത്തേക്ക് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ അടിപൊളിയായിട്ട് തീർക്കുക. എന്നിട്ട് പെൻഡിങ് പോർഷനെ ഡിസംബറിന് ശേഷം കിട്ടുന്ന സമയത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വഴി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പെൻഡിങ് പോർഷൻസ് ഡീൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കണക്ഷൻ വരുന്ന ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മോളിക്കുലാർ ബേസിസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, ആ ഒരു ചാപ്റ്റർ നമുക്ക് പെൻഡിങ് വന്നാൽ നമുക്ക് പലപ്പോഴും ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നമുക്ക് പെൻഡിങ് വന്നത് നമ്മൾ ആദ്യം തീർക്കുക. അതിനുശേഷം കണക്റ്റഡ് അല്ലാത്ത ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പെൻഡിങ് പോർഷൻസ് 2 ദിവസം കൊണ്ട് തീർക്കാം, 5 ദിവസം കൊണ്ട് തീർക്കാം, വി ക്യാൻ ഡു ഓൾ ദോസ് വീഡിയോസ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊന്നും പ്രാക്ടിക്കലി അത്ര ഫീസിബിൾ അല്ല. ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ഇനഫ് ടൈം ഡ്യൂറിങ് യുവർ റിവിഷൻ ടൈം. ആ ഒരു ഡിസംബറിന് ശേഷമുള്ള റിവിഷൻ എക്സാമുകൾ നടക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ഇനഫ് ടൈം. ആ സമയത്തേക്ക് പെൻഡിങ് പോർഷൻസിനെ മാറ്റി വെക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് പഠിക്കുക, പ്ലസ് പഠിച്ച ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നീറ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നീറ്റ് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിയുള്ള ആളുകൾക്കൊന്നുമല്ല. ആരാണോ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്, ആരാണോ ഏറ്റവും കൂടുതൽ പഠിച്ച ചാപ്റ്റേഴ്സിനെ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി റിവിഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അവർക്കുള്ളതാണ്. സോ നൗ ഫോക്കസ് ഓൺ റിവിഷൻ ആൻഡ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കുക എന്നുള്ളത്. വൺസ് അഗൈൻ ഐ എം സെയിങ്, മറ്റേത് നമ്മുടെ ബാക്ക്ലോഗ്സ് വന്നത് വി ക്യാൻ ഡീൽ ഡ്യൂറിങ് യുവർ റിവിഷൻ ടൈം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.